പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ എല്ലാ മക്കളെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവ്, പീഡിതമായ നിന്റെ രൂപത്തെ, ഉയർത്തുന്ന നിന്റെ രൂപത്തെ, രാജാവായി നിൽക്കുന്നതിൻ്റെ രൂപത്തെ, രാജകീയ രൂപത്തെ എല്ലാം ഇപ്പോൾ മനസ്സിൽ മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. കർത്താവെ, അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പ്രയാസങ്ങൾ ഇരിക്കുന്നത് നീ ആശീർവദിക്കണമേ. ഇന്ന് യാത്രയ്ക്ക് പോകുന്നവരെ ആശീർവദിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ആരുടെയെങ്കിലും മുമ്പിൽ ഇൻ്റർവ്യൂവിനോ ടെസ്റ്റിനോ അല്ലെങ്കിൽ ജഡ്ജിയുടെ മുമ്പിൽ വിചാരണയ്ക്കോ മജിസ്ട്രേറ്റ് മുമ്പിൽ വിചാരണയ്ക്കോ നിൽക്കേണ്ടി വന്ന സാഹചര്യങ്ങളുള്ളവരെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതമാർഗം മുട്ടിപ്പോയവരെ, മക്കളില്ലാത്തവർ,
മക്കളെ ഓർത്ത് മരിച്ചുപോയ മക്കളെ ഓർത്ത് വേദനപ്പെടുന്നവർ, ഭർത്താവിനെ ഉപേക്ഷിച്ച് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലോട്ട് പോയിരിക്കുന്നവർ, അവർക്കെല്ലാം മാനസാന്തരപ്പെട്ട് ഒരുമിച്ച് ജീവിക്കാനുള്ള കൃപ നൽകാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ വീട്ടിൽ നടന്ന സംഭവങ്ങൾ വക്കീലോട് എന്ന് പറയുമ്പോൾ വക്കീൽ എൻ്റെ കൂടെ നിയമപരമായിട്ട് നിലനിൽക്കാൻ വേണ്ടി കുറേ കള്ളത്തരങ്ങൾ കൂടി പറഞ്ഞു. നിൻ്റെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് നിനക്ക് ഇനി ജീവിതകാലത്ത് ഈ ജന്മത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ വരാൻ പറ്റാത്ത രീതി നിന്നെ ആക്കി കളഞ്ഞിട്ടുള്ള നിയമ സാഹചര്യങ്ങളിലേക്ക് നീ വലിച്ചുഴയപ്പെട്ടുള്ള സാഹചര്യങ്ങളെ അതിനെ നിയമപരമായിട്ട് സത്യസന്ധത അതിജീവിക്കാൻ പരിശുദ്ധ ദേവമാതാവ് നിനക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch with the fire fingers, walk with the precious blood. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ കയ്യിലെടുത്തിരിക്കുന്ന രേഖകളുടെ മേലെല്ലാം, ഏതെല്ലാം രേഖകളോ എന്തെല്ലാം ഉപകരണങ്ങളോ നിങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ വലിയ ചൈതന്യം പ്രസരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. അത് നടപ്പിൽ വരുത്താൻ നിലനിൽക്കുന്ന തടസ്സങ്ങളെയും ദോഷങ്ങളെയും യേശുക്രിസ്തുവിൽ ബന്ധിക്കുന്നു. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരൻ നീക്കുക. ആമേൻ. നമ്മളൊരു പര്യടനത്തിലാണ്. മത്തായി 13:8 ഒരു വായിച്ചേ. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ഇപ്പൊ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞാൽ 100 മേനി എന്ന് പറയുമ്പോൾ എന്താണ്, 30 മേനി എന്ന് പറയുമ്പോൾ എന്താണ്, 60 മേനി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഇന്ത്യൻ കേരള കൺസെപ്റ്റിൽ ഒരു നെല്ല് മണി ഇട്ടാൽ 30 മണി നമുക്ക് ഞാറിലൂടെ അത് കിളുത്ത് ഞാറായി അത് കുലച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് 30 നെല്ല് കിട്ടിയ 30 മേനി, 60 നെല്ല് കിട്ടിയ 60 മേനി, 100 നെല്ല് കിട്ടിയ 100 മേനി. കർത്താവ് ഇന്നാണ് ഈ ഉപമ പറയണമെന്നുണ്ടെങ്കിൽ ഈ ഗൂഗിളെല്ലാം സെർച്ച് ചെയ്തിട്ടേ പറയത്തുള്ളൂ. കാര്യം എന്താണ്? 100 മേനി എന്ന് പറയത്തില്ല. കാര്യം എന്താ? വല്ല 300 മേനിയെന്ന് 400 മേനി എന്നൊക്കെ പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് അങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില വിത്തിന് അനന്തമായ സാധ്യതയുടെ വിളവുണ്ട്. നമ്മൾ ആദ്യ ദിവസത്ത് കണ്ടപ്പോൾ നിത്യതയിൽ വിളയുന്ന വിത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ? നിത്യതയിൽ വിളയുന്ന വിത്ത്, നിത്യതയിൽ മാത്രമേ അത് നമ്മളിപ്പോൾ ഭൂമി വിതക്കും ആത്മാവിൽ നിത്യതയിലാണത് കുലക്കണത്, പാകമാകണത്. അപ്പം അതുപോലെ തന്നെ ഒരു വിത്ത് വിതക്കുമ്പോൾ 400 മേനി കിട്ടണതുണ്ട്. 100 മേനി അല്ല, 400 മേനി കിട്ടും. അതെന്താണത്? വിശ്വാസത്തിന് 30 മേനി, പ്രത്യാശയ്ക്ക് 60 മേനി, സ്നേഹത്തിന് 100 മേനി. പിന്നെ എന്താണ് 400 മേനി എന്ന് പറയുന്നത്? സമർപ്പണമാണ്. സമർപ്പണം എന്ന് പറഞ്ഞിട്ടുണ്ട്, വല്ലാത്ത സംഭവം. സമർപ്പണം എന്ന് പറഞ്ഞ് ഇന്ന് ഏറ്റവും കൂടുതൽ തേയ്മാനം സംഭവിച്ചിരിക്കുന്ന ഒരു വാക്കാണ് സമർപ്പണം. വഴിയോരത്ത് നേർച്ചപ്പെട്ടിയിലും സമർപ്പണം എന്ന് എഴുതിയിട്ടുണ്ട്. അടിമ വെക്കാൻ ചെല്ലുമ്പോൾ അവിടെ സമർപ്പണം ചെയ്തിട്ടുണ്ട്. സമർപ്പണം അതൊന്നും അല്ലായിരുന്നില്ല. സങ്കടം വരുന്നതൊക്കെ കാണുമ്പോഴേ അതായത് സമർപ്പണം അല്ലല്ലോ അതൊന്നും. അതൊക്കെ സമർപ്പണമാണ്. സമർപ്പണത്തിൻ്റെ ഏറ്റവും ലഘുരൂപങ്ങളാണ് അതൊക്കെ. സമർപ്പണം എന്താ മക്കളെ? ഒരു മനുഷ്യന് ഒരു കുറവ് ഇറച്ചിയായിട്ട് അപ്പൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി വിറകെ തൂങ്ങിയ കഥയാണല്ല, സംഭവമാണല്ല വചനം എന്ന് പറയുന്നത്. ആ മനുഷ്യൻ അവസാനം കഴിഞ്ഞ് അപ്പൻ എന്നെ കൈപിടിക്കരുത്, ഞാൻ പറഞ്ഞു പോയില്ല അപ്പ എന്ന് നിലവിളിക്കും. നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിക്കും, എൻ്റെ അപ്പനോട് എനിക്ക് അപ്പൻ എന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞു. അതൊരു ചങ്കായിരുന്നു ശരിക്കും, അതൊരു ധൈര്യമായിരുന്നു. പക്ഷെ കുരിശിൽ അപ്പനോ മകനെ അപ്പനെ ഉപേക്ഷിക്കേണ്ടി വന്നൊരു കഥയുണ്ട്. അപ്പം മകൻ പറഞ്ഞൊരു വാക്കുണ്ട്, അതാണ് 400 മേനി എന്ന് പറയുന്നത്. എന്താണ്? എലോയ് ലമ സബക്താനി, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? അവനും ചോദിക്കും, നീയും ചോദിക്കണം. ചോദിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റത്തില്ല. നീ വൃത്തിയുള്ളവനാണെങ്കിൽ ഈ ചോദ്യം ദൈവത്തോട് ചോദിച്ചിരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ ചോദിക്കണം. അതിന് ഉത്തരവ് ഉണ്ടാകുകയും ചെയ്യരുത്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ചില സമയത്ത് ഓർക്കുകയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞത്, കർത്താവേ ഞാൻ തൊണ്ട കൊണ്ടാണ് നിനക്ക് വേണ്ടി ജീവിച്ചത്. ചിലപ്പോൾ ഈ തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് പറയും. അതുകൊണ്ട് ക്യാൻസർ വരത്തതിലെന്നല്ല, ഞാൻ കർത്താവിന് എൻ്റെ തൊണ്ട സമർപ്പിക്കും ഇഷ്ടമുള്ള ചെയ്യാൻ വേണ്ടി. അതെന്താ കാരണം എന്ന് വെച്ചാൽ എന്താ കാര്യം? നമ്മൾക്ക് ഈ ഭൂമിയിൽ ഇന്ന് പിരിയുമ്പോൾ നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണത്.
സുന്ദരമായ ചോദ്യം, ഉത്തരം ഉണ്ടാകുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ചോദിക്കാൻ പറ്റിയ ചോദ്യം. അപ്പാ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന്. അങ്ങനെ ചോദിക്കാതെ ദൈവത്തിൽ നീ പോകരുത്. എന്താ കാര്യം എന്നറിയാവാ? എല്ലാ ഉത്തരവും ഭൂമിയിൽ തരാനുള്ളതല്ല. ചില ഉത്തരങ്ങൾ അപ്പായെടുത്ത് അടുത്തെത്തുമ്പോൾ തരാനുള്ള ഉത്തരങ്ങളാണ്. അതുകൊണ്ട് അപ്പം മിണ്ടത്തില്ല. അതിന് ഉത്തരം ഇല്ലാഞ്ഞിട്ടല്ല, അത് പറയാനുള്ള സമയമായിട്ടില്ലെന്ന് പറയും. ഇപ്പം അപ്പൻ ചെയ്യാനുള്ള കാര്യം ചെയ്യാൻ പോവുകയാണ്. അപ്പം അത് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ചെവി പറയും, ജീസസ് നീ ഇങ്ങോട്ട് നീ ചോദിക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പം ടൈം ഓഫ് ദി ഫാദറാണ്, അപ്പായുടെ സമയമാണ്, നിൻ്റെ സമയം കഴിഞ്ഞു. അപ്പോൾ നിനക്കിനി പറയാനുള്ളത് ലാസ്റ്റ് കൺക്ലൂഷൻ മാത്രമേ എഴുതി ചേർക്കാൻ പറ്റത്തുള്ളൂ. ഇനി മാറ്റർ എഴുതാൻ പറ്റത്തില്ല. ഒൺലി കൺക്ലൂഷൻ. വാട്ട് ഈസ് യുവർ കൺക്ലൂഷൻ എന്ന് ചോദിക്കും. അപ്പോഴേ ഈശോ പറയും, ഇതാണ് എൻ്റെ കൺക്ലൂഷൻ. അപ്പയെ കാണുന്നില്ല, അപ്പയെ ഉപേക്ഷിച്ച് എനിക്ക് തോന്നണ പോലെ എനിക്ക് തോന്നണം, പക്ഷേ ഐ കമൺ മൈ സ്പിരിറ്റ്. ദാറ്റ് ഈസ് മൈ കൺക്ലൂഷൻ. എൻ്റെ ജീവിതത്തിൻ്റെ കൺക്ലൂഷൻ അതാണ്. എന്താണ്? ഞാൻ എന്നെ സമർപ്പിക്കണം. വെദർ യു റിസെന്റ് മീ ഓർ നോട്ട്, ഐ ഡോണ്ട് മൈൻഡ്. ഐ അഡ്ഹിയർ ടു യുവർ മൈൻഡ്, യുവർ ഹാർട്ട്. ഐ ആം യുവർ ബിലവഡ് സൺ ആസ് യു സെഡ്. നീ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ നിൻ്റെ പ്രിയപുത്രനായി ഈ ഭൂമിയിൽ നിന്ന് നിന്നെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഞാൻ എല്ലാം സമർപ്പിക്കുന്നു. ഇതാണ് 400 മേനി എന്ന് പറയുന്നത്. കർത്താവ് 400 മേനി കൊയ്യണതിന് മുമ്പ് നമ്മളൊക്കെ 100 മേനി വരെ പറഞ്ഞിട്ടുള്ളല്ല. കർത്താവ് ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിനാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ 400 മേനിയും നിങ്ങൾ കൊയ്യും. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.